ഇന്നത്തെ സിലബസ് എന്താണ് എന്തെന്ന് വെച്ചാൽ പറയും. ഇന്നത്തെ എന്തോന്ന് ഇതൊന്ന് ധാരണ സെഷൻ. എന്തോന്ന് ധാരണ സെഷൻ? ധാരണ എന്തോന്ന് കേൾക്കുന്നുണ്ടോ? ഇപ്പം ടുഡേയ്സ് സബ്ജക്റ്റ്, ഇന്നത്തെ സബ്ജക്റ്റ് ഒന്ന് ധാരണ. അപ്പോൾ ധാരണ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾസോ എ മിസ്സിംഗ് ലിങ്ക്. അഷ്ടാംഗ യോഗത്തിൽ മിസ്സിംഗ് ലിങ്ക് എന്ന് പറഞ്ഞാൽ യമനിയമം ആരും അധികം ഫോളോ ചെയ്യുന്നില്ല. എന്തെന്ന് ചെയ്യുന്നില്ല. പക്ഷെ അത് ചെയ്യണമെന്ന് തിരുമൂല പറയാണ്. തിരുമൂല യമം നമ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് സിൻസ് ഇറ്റ് ഈസ് എ റിലീജിയസ് സബ്ജക്റ്റ്. എന്തെന്ന് ഇത് സ്പിരിച്വൽ പാത്തല്ലേ? യോഗ എന്ന് പറയുന്നത് സ്പിരിച്വൽ പാത്തല്ലേ? യോഗ എന്ന് പറയുന്നത് ആർഡിനറി എക്സസൈസ് അല്ല. ഇറ്റ് ഈസ് എ സ്പിരിച്വൽ പാത്ത്. അപ്പോൾ സ്പിരിച്വൽ പാത്ത് ആകുമ്പോൾ അതിലുള്ള യമനിയമം പാലിക്കണം. അത് എങ്ങനെയെന്ന് വെച്ചാൽ, നിങ്ങൾ പൂജയ്ക്ക് പോകും മുമ്പ് ഭസ്മധാരണം, മറ്റേ മുദ്ര ഇതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. ഹോമത്തിനൊക്കെ പോകുമ്പോൾ എന്തൊക്കെ പ്രിപ്പറേഷൻ ചെയ്യുന്നു? ഒരു ഹോമം ചെയ്യുന്ന മുമ്പേ പ്രിപ്പറേഷൻ ചെയ്യുന്നുണ്ട്. ഒരു പൂജ ചെയ്യുന്ന മുമ്പേ നിങ്ങൾ അംഗന്യാസം അത് ഇതെന്നൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അത് ചെയ്യുന്നത് എത്ര ഇമ്പോർട്ടൻറ്റോ അതേമാതിരി യോഗ ചെയ്യും മുമ്പ് യമനിയമം പാലിക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞ് ആര് പറയുന്നത്? തിരുമൂലർ അത് സ്ട്രെസ് ചെയ്യാണ്. അതേമാതിരി ഈക്വലാ സ്ട്രെസ് യാജ്ഞവല്ലികർ. എന്തോന്ന് യാജ്ഞവല്ലികർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവർ രണ്ടുപേരും അത് സ്ട്രെസ് ചെയ്യണം. അതേമാതിരി ശരി, അതും ഒരു മിസ്സിംഗ് ലിങ്ക്. ശരിയായിട്ടിരിക്കട്ടെ. ആസനം ഒരുപാട് ഇപ്പോൾ ആസന റിസർച്ചൊക്കെ നടക്കുന്നുണ്ട്. എന്താണ് ആസന റിസർച്ച് നടക്കുന്നുണ്ട്. ആ റിസർച്ചിൽ നല്ല ഒരു കോൺട്രിബ്യൂഷൻ ചെയ്യണമെങ്കിൽ അയ്യങ്കാർ അങ്ങേരാണ് കൂടുതൽ. ഒരു 84 ടൈപ്പ് ആസനങ്ങൾ അവിടെ പല സോഴ്സിലും തേടി കണ്ടുപിടിച്ച് ഇന്ന് റണ്ണിങ്ങിലിരിക്കുന്നത് കോൺട്രിബ്യൂഷൻ അയ്യങ്കാറാണ്. അപ്പോൾ അയ്യങ്കാറിൻ്റെ അടുത്ത കൂടി അതിനെ റിസർച്ച് ചെയ്ത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് അതിനെ ബാംഗ്ലൂർ സുന്ദരത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അത് അറിയണം. നിങ്ങൾ യോഗ ടീച്ചർ ആണ്, ടീച്ചർ കോഴ്സൊക്കെ പഠിച്ചു. ബാംഗ്ലൂർ സുന്ദരം നെക്സ്റ്റ് ടു അയ്യങ്കാർ. ബാംഗ്ലൂർ സുന്ദരത്തിൻ്റെ കോൺട്രിബ്യൂഷൻ വലിയ വലിയ ബുക്ക് അങ്ങനെ എഴുതിയിട്ടുണ്ട്. അതൊക്കെ വാങ്ങിച്ച് പഠിച്ചാൽ നല്ല ഡീറ്റെയിൽഡ് വിവരങ്ങളുണ്ട്. ബാംഗ്ലൂർ സുന്ദരം. ആ ബാംഗ്ലൂർ സുന്ദരത്തിൻ്റെ സ്റ്റുഡൻ്റാണ് ഇപ്പോൾ മറ്റേ മെഡ്രാസിൽ ഇരിക്കുന്നല്ലോ. ഒരു വയസ്സായ ആൾ, ആര്, ആസന ആണ്ടിയപ്പൻ. എന്തോന്ന് അങ്ങേരെ സ്റ്റുഡൻ്റാണ്. അപ്പോൾ യോഗ ഫീൽഡിലുള്ളവർ അയ്യങ്കാരുടെ കോൺട്രിബ്യൂഷനും ബാംഗ്ലൂർ സുന്ദരത്തിൻ്റെ കോൺട്രിബ്യൂഷനും ബിക്കോസ് ദേ ആർ എ സ്പെഷ്യലിസ്റ്റ് ഇൻ ആസന. പക്ഷേ അതവിടെ കുറഞ്ഞ നാലേജ് ഉള്ളവർ തന്നെ മറ്റേ യോഗ ബാബ രാംദേവും അവരൊക്കെ പബ്ലിസിറ്റി ഉണ്ട്. പക്ഷേ അത്ര ഡീറ്റെയിലിൽ അവർ പോയില്ല. അപ്പോൾ ഇപ്പോൾ യോഗ ബാബ രാംദേവ് ചെയ്യാൻ എല്ലാവർക്കും അറിയാം. അതിനെക്കാട്ടിലും കൂടുതൽ അറിയണമെങ്കിൽ ശില്പ ശെട്ടി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള ചെറുപ്പക്കാരൊക്കെ അറിയാം. എന്തോന്ന് ശില്പ ശെട്ടി നടിക. പക്ഷേ ഇവരുടെ കോൺട്രിബ്യൂഷനാണ് വെരി മേജർ. അത് അറിയണം ആസ് യോഗ ടീച്ചർ. ഓക്കെ. ദെൻ പ്രാണായാമം എന്ന് വെച്ചാൽ ഓർഡിനറി പ്രാണായാമ ആൻഡ് അഡ്വാൻസ്ഡ് പ്രാണായാമ. ഓർഡിനറി പ്രാണായാമത്തിൽ സ്പെഷ്യലിസ്റ്റാണ് ആര്? ശ്രീ 2-3 ശ്രീ ഇട്ടിട്ട് രവിശങ്കർ. എന്തോന്ന് അത് ഏതെങ്കിലും ജോത്സ്യം പറഞ്ഞിരിക്കും 2 ശ്രീ ഇടണമെന്ന്. എന്തോന്ന് ഇനി അഡ്വാൻസ് ഇപ്പോൾ ഒന്ന് അങ്ങേര് എന്താണെന്ന് വെച്ചാൽ യോഗ ടീച്ചറിന് പതുക്കെ സ്റ്റേറ്റസ് മാറി. കേരളത്തിലാണ് അങ്ങേര് മാർക്കറ്റ് കൂടുതൽ. ആർക്ക്? ഇങ്ങനെ. അപ്പോൾ മാർക്കറ്റ് കൂടിയപ്പോൾ ഇപ്പോൾ എന്തോന്ന് പതുക്കെ ഗുരുദേവ് എന്ന് വയ്ക്കാൻ തുടങ്ങി. പേരിന് മുമ്പ് എന്തോന്ന് വയ്ക്കാൻ തുടങ്ങി? ഗുരുദേവ്. കേരളത്തിലുള്ള ഗുരുദേവ് എന്ന് പറഞ്ഞാൽ നാരായണ ഗുരുവാണ് ഗുരുദേവ് എന്ന് പേര് വെച്ചത്. ഇപ്പം അങ്ങേര് ആ സ്ഥലത്തിന് കോമ്പറ്റീഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, റൈറ്റ്. ഇപ്പം എന്തെന്ന് വെച്ചാൽ അപ്പം ആ പ്രാണായാമത്തിന് ആളുണ്ട്. വാസി യോഗ അഡ്വാൻസ്ഡ് പ്രാണായാമ അത് കേരളത്തിൽ വന്ന് ശിവാനന്ദ പരമഹംസ പ്രൊമോട്ട് ചെയ്തു. ശരി, റൈറ്റ്. അപ്പോൾ പ്രത്യാഹാരം പറയാൻ ആളില്ല. അതാണ് ഞാൻ ഡീൽ ചെയ്യുന്നത്.
പ്രത്യാഹാരത്തിലാണ് ചക്ര ആക്ടിവേഷൻ, പഞ്ചഭൂത മെർജർ, ചക്ര മെർജർ, ദേവതാ മെർജർ, ഇങ്ങനെ വരുന്നതൊക്കെ നിങ്ങൾ കവർ ചെയ്തല്ലോ. ഒരുപാട് സബ്ജക്റ്റ് അതിൽ കവർ ചെയ്തു. അപ്പോൾ പ്രത്യാഹാരത്തിൻ്റെ അടുത്തത് എന്തോന്ന്? ധാരണ. ധാരണയും മിസ്സിങ് ലിങ്ക്. ധാരണയും എന്തോന്ന്? മിസ്സിങ് ലിങ്ക്. അപ്പോൾ ധാരണ മിസ്സിങ് ലിങ്ക് എന്ന് പറയുമ്പോൾ ആരും ഇതേക്കുറിച്ച് അത് ഇൻട്രസ്റ്റ് എടുക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അത് ഇനി ഇത് ചെയ്യാണ്. ഇനി ഞാൻ വന്ന് ധാരണ അതിൻ്റെ പേരെന്തോന്ന്, പ്രത്യാഹാരൻ്റെ ധാരണയിൽ ഒരു ഡീറ്റെയിൽഡ് ബുക്ക് ഇടണമെന്നൊരു ഐഡിയ ഉണ്ട്. ബുക്ക് ഇടണമെന്നുള്ള ഐഡിയ ഉണ്ട്. അതിനുള്ള പ്രിപ്പറേഷനൊക്കെ ചെയ്യുന്നുണ്ട്. ഇനി എന്തെന്ന് വെച്ചാൽ, നിങ്ങൾ ഷഡ്ചക്ര നിരൂപണം ഷഡാധാരണ ഉള്ള ഇത് പഠിച്ചിട്ടുണ്ടോ? അത് നിങ്ങൾ ബുക്ക് വാങ്ങണം. അത് നിങ്ങൾ മലയാളത്തിൽ ബുക്ക്, മലയാളം നിങ്ങൾ വായിക്കാൻ അറിഞ്ഞിട്ടല്ലേ, സാൻസ്ക്രിറ്റിൽ കാണും. ഷഡ്ചക്ര നിരൂപണ എൻ്റെ എൻ്റെ അടുത്തുണ്ട്. ഷഡാധാര ഇതൊക്കെ എൻ്റെ അടുത്തുണ്ട്. അത് എന്തെന്ന് വെച്ചാൽ ചക്ര ആക്ടിവേഷനിൽ ഉള്ള നാലേജാണ് അതിലിരിക്കുന്നത്. ഞാനിപ്പോൾ പറഞ്ഞാൽ ആധാര മെർജർ, അത് മെർജറൊക്കെ ആ ബുക്കിലുണ്ട്. പക്ഷേ അതിൽ ബുക്കിൽ ഉള്ളതെക്കാട്ടിലും 120 പാട്ടിൽ തിരുമൂല പറയുകയാണ്. എന്തോന്ന്? 120 പാട്ടിൽ ഷഡ്ചക്ര നിരൂപണത്തിൽ എന്തുകൊണ്ടോ അതെക്കാട്ടിലും കൂടുതൽ ഇൻഫർമേഷൻ പറയുകയാണ്. അപ്പോൾ ഇത് ഇംഗ്ലീഷിൽ ബുക്കിട്ടാലേ മക്കൾ ജനങ്ങൾക്ക് മനസ്സിലാകും. ഷഡ്ചക്ര നിരൂപണം മാതിരി ഇന്ന് തിരുമന്ദിരത്തിൽ ഒരു പോർഷൻ ഇരിക്കുകയാണ്. അതിൻ്റെ പേര് ആധാര ആധേയം. എന്തോന്ന് പേര് ഇട്ടിരിക്കുന്നത്? തിരുമൂല പേരിട്ടിരിക്കുന്നത് ആധാര ആധേയം. അത് വന്ന് ഷഡ്ചക്ര നിരൂപണത്തെക്കാട്ടിലും കൂടുതൽ ഇൻഫർമേഷൻ ഉണ്ട്. ഇപ്പം ഞാൻ കുണ്ടലിനി യോഗ എന്നുള്ള ബുക്ക് മറ്റേ ഡോക്ടറാണ് പബ്ലിഷ് ചെയ്ത്, മറ്റേ അവിടെ വന്നിരുന്നല്ലോ ഡോക്ടർ ഉജ്ജയിനിയിൽ. അതിപ്പോൾ ഭയങ്കര ഡിമാൻഡായി. ഇപ്പം നല്ല പബ്ലിസിറ്റി ആയി. എല്ലാവരും പ്രിൻ്റ് ഔട്ട് വേണമെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അതേമാതിരി ഇനി അടുത്തത് വന്ന് പ്രത്യാഹാര യോഗ ആൻഡ് ധാരണ യോഗ ബുക്കായിട്ട് അതിനെ ജനങ്ങൾക്ക് കുറച്ചുകൂടെ പബ്ലിസിറ്റി ആവും. പ്രത്യാഹാര യോഗ ആൻഡ് ധാരണ യോഗ മിസ്സിങ് ലിങ്ക്സ്, എന്തോന്ന് ബുക്കിൻ്റെ പേരെന്തോന്ന്? മിസ്സിങ് ലിങ്ക് ഇട്ടാൽ ജനങ്ങൾ എന്തോ നടാതെന്ന് അത് വായിക്കും. ശരി, റൈറ്റ്. ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ തിരുമന്ത്രത്തിലുണ്ട്, ശിവയോഗങ്ങളിലുണ്ട്, ആധാരങ്ങളെ കുറിച്ച് തിരുമന്ത്രത്തിൽ. അതും ഞാൻ ഇനി ഒരു പ്രാവശ്യം എല്ലാവരും ക്ലാസ് എടുക്കണം. ക്ലാസ് എടുത്താലേ എനിക്കും തറവാകും. എന്തോന്ന്? ഒരു മൂന്ന് പ്രാവശ്യം കഥ വെച്ച് ക്ലാസ് എടുത്താലേ എനിക്കും തറവാകും. അതാണ് പഠിപ്പിക്കുന്നതിലുള്ള പഠിപ്പിക്കുക എന്ന് വെച്ചാൽ, പഠിപ്പിക്കും തോറും ടീച്ചറിനും അതിൻ്റെ ക്ലാരിറ്റി കിട്ടും. എന്തോന്ന്? എന്താ സ്റ്റുഡൻറ്റ് തിരിച്ച് ഡൗട്ട് ചോദിക്കുമ്പോൾ ടീച്ചറിനും ക്ലാരിറ്റി കിട്ടും. ഇതിപ്പോൾ ഷഡാധാരം ഞാൻ 5 പേര് ക്ലാസ് എടുത്താൽ എനിക്ക് നോളേജ് ഡെവലപ്പാകും. എന്തോന്ന്? ഇപ്പം ഞാൻ ഷഡ്ചക്ര നിരൂപവും ആധാരം ആദ്യം കമ്പയർ ചെയ്ത് വച്ചിരിക്കുകയാണ്. പക്ഷേ 4 പേര് ക്ലാസ് എടുക്കുമ്പോൾ തന്നെ എനിക്കും തറാവും. ഓക്കെ, അത് ബുക്കായിട്ട് ഇടണം എന്നുള്ളതുണ്ട്. റൈറ്റ്. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇന്നത്തെ പ്രോഗ്രാമിൽ എന്താണെന്ന് വെച്ചാൽ വേറെ നമ്മൾ പ്രാക്ടിക്കലോട്ട് പോകണം. അപ്പോൾ വാട്ട് ഈസ് ധാരണ അങ്ങനെയെന്ന് പറഞ്ഞാൽ അത് സിമ്പിളായി മനസ്സിലാക്കാൻ വേണ്ടി ഇംഗ്ലീഷിൽ ഞാൻ വച്ചിരിക്കുന്ന പേര് ഐഡൻറ്റിഫിക്കേഷൻ മെഡിറ്റേഷൻ. എന്താണ്? ഐഡൻറ്റിഫിക്കേഷൻ മെഡിറ്റേഷൻ. ഞാനാണ് ഈ വേർഡ്. ധാരണ, ധരിക്കുക എന്ന് പറഞ്ഞാൽ അതല്ലേ മീനിങ്. ധരിക്കുക. നിങ്ങളിപ്പോൾ ഇപ്പോൾ ഇരിക്കുന്നു, നിങ്ങൾ ഒരു സിംഹമായിട്ട് ധരിക്കുക. അങ്ങനെയെന്ന് പറഞ്ഞാൽ എന്തെന്ന്? യു ഐഡൻറ്റിഫൈ യുവർ സെൽഫ് ആസ് എ ലയൺ. എന്തോന്ന്? അല്ലെങ്കിൽ യു ഐഡൻറ്റിഫൈ ആസ് ഒരു ലീഡർ. എന്തെങ്കിലും വെച്ചാൽ നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്ന ഇത് മറന്നിട്ട് അങ്ങേരായിട്ട് ഒരു ആക്ടറാണെങ്കിൽ അതല്ലേ ചെയ്യുന്നത്. ഒരു ആക്ടർ ഇപ്പോൾ തമിഴ്നാട്ടിൽ ശിവാജി ഗണേശൻ നല്ല നടിക്കും. അപ്പോൾ അവരുടെ അടുത്തിൽ സ്ക്രിപ്റ്റ് കൊടുക്കും. ഇതാണ് നിങ്ങൾ വന്ന് കട്ടപ്പൊമ്മൻ പഴകുന്ന ആ കട്ടപ്പൊമ്മന മാറികളയും. അപ്പോൾ കാരണം എന്ത്? കട്ടപ്പൊമ്മന ധരിക്കുന്നു. ആ ഷൂട്ടിങ് മുടിഞ്ഞ് സിനിമ റിലീസ് ചെയ്യുന്നവിടെ ആ റോൾ നടിക്കുമ്പോൾ കട്ടപ്പൊമ്മനായിട്ട് ധരിക്കുന്നു. എന്തെന്ന് ധരിക്കുന്നതെന്ന് വെച്ചാൽ മീനിങ് എന്താ? ഹീ ഐഡൻറ്റിഫൈസ് ഹിംസെൽഫ് ആസ് ദാറ്റ് ക്യാരക്ടർ അല്ലേ? അപ്പോൾ അതേമാതിരി ഈ ധാരണ എന്ന് പറയുന്നത് നിങ്ങൾ ധരിക്കുന്നു, പിന്നെ അതിൽ നിന്ന് പുറത്തു വരണം. അതാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്. സോ പഞ്ചഭൂതത്തായിട്ട് ഒவ்வொന്നായിട്ട് നിങ്ങൾ ധരിക്കണം. എന്നിട്ട് നിങ്ങൾ അതല്ലേ എന്ന് പറഞ്ഞിട്ട് പുറത്തു വരണം. എന്തോന്ന്? മനസ്സിലായോ? അപ്പോൾ അതിൻ്റെ പേര് ഭൂതധാരണ. ഭൂതധാരണ എടുത്തത് എന്തോന്ന്? ദേഹധാരണ. ദേഹധാരണ എന്ന് പറഞ്ഞാൽ എന്തോന്ന്? നിങ്ങൾ ഫിസിക്കൽ ബോഡിയിൽ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് അത് ധ്യാനം ചെയ്തിട്ട് അതല്ലേ എന്ന് പുറത്തു വരണം. അടുത്തത് ആസ്ട്രൽ ബോഡി നിങ്ങൾ ധരിക്കണം. ഇതിന് ആസ്ട്രൽ ബോഡി അല്ല പുറത്ത് വരണം. അടുത്ത കാസൽ ബോഡിയത്തെ മെഡിറ്റേറ്റ് ചെയ്യണം. അടുത്ത കാസൽ ബോഡിയും നമ്മളല്ല,
പുറത്ത് വരുമ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങൾ സ്വയം പ്രകാശ ആത്മാവെന്ന് അറിയാം. അപ്പോൾ എന്തോന്ന് ധാരണ. അപ്പോൾ അത് അറിഞ്ഞ ശിവനോട് ഐക്യമാവുന്നതാണ് ഫൈനൽ എന്നുള്ളത് മനസ്സിലാക്കും. അപ്പോൾ എന്ത് ശിവധാരണ. അങ്ങനെ 10 ക്ലാസ്. ഓക്കെ, ഇതാണ് നമുക്ക് ആവശ്യമുള്ള